ആശാ വർക്കർമാരുടെ സമരം സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിരാഹാര സമരം തന്നെ തുടരുന്നു. ഈ സമയത്ത് സർക്കാരിനെ തന്നെ പ്രതിസന്ധിയിൽ അല്ലെങ്കിൽ സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കുന്ന ഒരു തീരുമാനമാണ് UDF എടുക്കാൻ പോകുന്നത്. അതായത് അവർ തത്വത്തിൽ തീരുമാനിച്ചിട്ടുണ്ട് ആശാ വർക്കർമാരുടെ, അതായത് UDF ഭരിക്കുന്ന പഞ്ചായത്തുകളിലെ ആശാ വർക്കർമാരുടെ ഓണറേറിയം കൂട്ടുക എന്നുള്ളത്. ഇതിനെ സർക്കാർ എങ്ങനെ നേരിടും? 46 ദിവസമായി തുടരുന്ന ആശാ വർക്കർമാരുടെ സമരം, ആ സമരത്തിലെ UDF തുടക്കം മുതൽ തന്നെ ആ സമരത്തെ പിന്തുണയ്ക്കുന്നുണ്ട്. അവരുടെ ഇഷ്യൂസ് പലവട്ടം നിയമസഭയിൽ കൊണ്ടുവരികയും അതിനനുകൂലമായി സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. INTUC വന്നു, INTUCയുടെ ആദ്യം വിമത വിഭാഗം വന്നു, ഇന്നിപ്പോൾ ഔദ്യോഗിക വിഭാഗം വന്നു. അങ്ങനെ UDF അതൊരു സമരമായിട്ട് തന്നെ, അവരുടെ ഒരു പ്രസ്റ്റീജിയസ് സമരമായിട്ട് തന്നെ ഏറ്റെടുത്തു. അവർ പാർലമെന്റിൽ തന്നെ UDF MPമാർ എല്ലാം ഇത് റേസ് ചെയ്തു. അങ്ങനെ UDF MPമാർ പോയി അവിടുത്തെ ആരോഗ്യമന്ത്രിയെ കാണുകയും ഒക്കെ ചെയ്തു. UDF ഒരു സമരം ഏറ്റെടുത്ത് SUCIയും പിന്നെ ആശാ വർക്കേഴ്സ് അസോസിയേഷനും കൂടാണ് തുടങ്ങിയെങ്കിലും അത് ഇപ്പോൾ UDF ആ സമരം സംസ്ഥാന വ്യാപകമായി ഏറ്റെടുക്കുകയൊക്കെ ചെയ്തിരിക്കുക. അപ്പോൾ ഇന്നത്തെ UDFൻ്റെ തീരുമാനം അതൊരു രാഷ്ട്രീയമായി, സത്യം പറഞ്ഞാൽ രാഷ്ട്രീയമായി ഒരു മാസ്റ്റർ സ്ട്രോക്ക് എന്ന് പറയാം. അത് കാരണം അത് ഏതാണ്ട് കേരളത്തിൽ UDF നിലവിലുള്ള പഞ്ചായത്തുകളിൽ 35-40% പഞ്ചായത്തുകൾ ഭരിക്കുന്ന UDF ആണ്. ആ പഞ്ചായത്തുകളിലേക്കാണ് അവർ ഇങ്ങനൊരു തീരുമാനം എടുക്കാൻ UDF സർക്കുലർ അയക്കാൻ പോകുന്നു. അതായത് കഴിഞ്ഞ ദിവസമാണ് പത്തനംതിട്ട ജില്ലയിലെ വെച്ചൂച്ചിറ പഞ്ചായത്ത് ആദ്യമായിട്ട് 2000 രൂപ അധികമായി ഓണറേറിയമായി അധികമായി നൽകാനായിട്ട് അവർ നിലവിൽ 7000 രൂപ ലഭിക്കുന്നുണ്ട്. അത് ഈ പഞ്ചായത്തിൽ 2000 രൂപയുടെ കുട്ടികൾ. അപ്പം വെച്ചൂച്ചിറ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് CK ജെയിംസ് പറഞ്ഞത് നിലവിൽ അവിടെ പഞ്ചായത്തിൽ 15 ആശാ വർക്കർമാരാണ് വർക്ക് ചെയ്യുന്നത്. അവരുടെ ഈ 2000 രൂപ വെച്ച് ഓണറേറിയം കൂട്ടിക്കൊടുക്കുന്നതിന് വേണ്ടി അവർ അതിനായിട്ട് 5 ലക്ഷം രൂപയാണ് അവരുടെ ബജറ്റിൽ നീക്കിയത്. സത്യം പറഞ്ഞാൽ ഇത് കേരളത്തിൽ ആദ്യമായിട്ടുള്ളൊരു അതൊരു വലിയ നീക്കമായിട്ടായിരുന്നു എല്ലാവരും കണ്ടത്. തൊട്ടു പിന്നാലെ തൃശ്ശൂർ ജില്ലയിലെ പഴയന്നൂർ പഞ്ചായത്തിലും ഇതേ സമാനമായ രീതിയിൽ അവരും നൽകാനായിട്ട് തീരുമാനിച്ചു. അവരുടെ അവിടെ 38 ആശാ വർക്കർമാർ ജോലി ചെയ്യുന്നുണ്ട്. അതിനായിട്ട് അവർ 8 ലക്ഷം രൂപയാണ് അവർ ബജറ്റിലേക്ക് നീക്കുന്നത്. അപ്പോൾ ഈ രണ്ട് അനുഭവങ്ങളുടെ വെളിച്ചത്തിലാണ് UDF ഇതിൻ്റെ ഒരു സാധ്യത മനസ്സിലാക്കുകയും അത് രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ അവർ തീരുമാനിക്കുകയും ചെയ്തതിൻ്റെ വെളിച്ചത്തിലാണ് കേരളത്തിലെ UDF ഭരിക്കുന്ന എല്ലാ പഞ്ചായത്തുകളും 2000 രൂപ വെച്ച് വർദ്ധിപ്പിക്കാനായിട്ട് അവർ തീരുമാനിക്കും. രാഷ്ട്രീയമായി അവരെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയൊരു നേട്ടവുമാണ്. കാരണം വരാനിരിക്കുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് 6-7 മാസം കഴിയുമ്പോഴത്തേക്ക് കേരളത്തിൽ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വരുന്നു. അപ്പം രാഷ്ട്രീയമായി അവർക്കത് ഗുണം ചെയ്യുമെന്നുള്ള ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവരത് ആ നീക്കവുമായിട്ട് മുന്നോട്ട് ചെയ്യുക. അതിനൊപ്പം തന്നെ സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു രാഷ്ട്രീയമായ തിരിച്ചടിയുമാണ്. നിയമപരമായി ഇത് നിൽക്കുമോ ഇല്ലയോ എന്നൊക്കെയുള്ള രണ്ടാമത്തെ കാര്യം. അതിനകത്തൊരു രാഷ്ട്രീയമുണ്ട്. അതായത് UDF ഭരിക്കുന്ന പഞ്ചായത്തുകൾ ഇത്രയും കൊടുക്കാൻ തീരുമാനിച്ചാൽ സ്വാഭാവികമായി LDF ഭരിക്കുന്ന പഞ്ചായത്ത് 60-65% പഞ്ചായത്തുകൾ ഭരിക്കുന്ന LDF ആണ്. അപ്പോൾ LDF പഞ്ചായത്തുകളുടെ മേലെ ഈ സമ്മർദ്ദം വരും. കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളിലും ആശാ വർക്കർമാർ ജോലി ചെയ്യുന്നുണ്ട്. അപ്പം സ്വാഭാവികമായി ഈ സമ്മർദ്ദം രാഷ്ട്രീയമായി CPM-നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു തിരിച്ചടിയായിരിക്കും. പ്രത്യേകിച്ചും സംസ്ഥാന സർക്കാർ 1 രൂപ പോലും ഓണറേറിയം കൂട്ടാൻ പറ്റില്ല എന്ന് നിലപാട് സ്വീകരിച്ചിരിക്കുമ്പോൾ, അപ്പോൾ അഥവാ ഇനി ഇത് ഈ സാഹചര്യത്തിൽ LDF ഭരിക്കുന്ന പഞ്ചായത്തിൽ കൊടുക്കുന്നില്ല, അല്ലെ നിയമം ഉപയോഗിച്ച് ഇതിനെ തകർക്കാൻ ശ്രമിച്ചാൽ പോലും CPM-ന് അത് രാഷ്ട്രീയമായി വലിയ തിരിച്ചടിയാകും. കാരണം ഇത്രയും ദാരിദ്ര്യം അനുഭവിക്കുന്ന, കഷ്ടപ്പാട് അനുഭവിക്കുന്ന ഒരു ജനവിഭാഗത്തിന് UDF അവരുടെ രാഷ്ട്രീയ എതിരാളികൾ തന്നെയാണ്. അവർ രാഷ്ട്രീയമായി തന്നെ ഉപയോഗിക്കാൻ വേണ്ടിയാണ് അത് കൊടുക്കാൻ തീരുമാനിച്ചത്. അതിനെ ഇല്ലാതാക്കാൻ, അത് കൊടുക്കാതിരിക്കാൻ ശ്രമിക്കുന്നത് തീർച്ചയായിട്ടും CPM-നെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാകും. കാരണം അവരുടെ ന്യായമായ ഒരു ആവശ്യം പരിഗണിക്കാൻ ഒരു രാഷ്ട്രീയ പാർട്ടി മുന്നോട്ട് വരികയും അതിനെ തകർക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നത് സത്യം പറഞ്ഞാൽ അത് ഗുണത്തെക്കാളേറെ ദോഷമായിരിക്കാം CPM-നും അവർ നയിക്കുന്ന മുന്നണിക്കും സർക്കാരിനും സംഭവിക്കാൻ പോകുന്നത്. അതിൻ്റെ പ്രത്യാഘാതം എനിക്ക് തോന്നുന്നത് CPM വിലയിരുത്തുകയും ഇതിനെ മറികടക്കാനുള്ള ഏക മാർഗം എന്ന് പറഞ്ഞാൽ ഇതിപ്പം പഞ്ചായത്തുകളുടെ തനത് ഫണ്ടിൽ നിന്നാണ് ഈ പണം വിനിയോഗിക്കാനായിട്ട് അവർ തീരുമാനിക്കുന്നത്. തനത് ഫണ്ട് ഇത്തരത്തിൽ ഉപയോഗിക്കാനാവുമോ എന്നൊക്കെയുള്ള സാങ്കേതിക പ്രശ്നം ഉപയോഗിച്ച് പഞ്ചായത്ത് സെക്രട്ടറിമാരെ ഉപയോഗിച്ച് ഒരു പക്ഷെങ്കിൽ ഇതിനെ തകർക്കാൻ കഴിയുന്നിരിക്കും. ഈ പഞ്ചായത്ത് ഭരിക്കുന്നത് കോൺഗ്രസ് ആണെങ്കിലും പഞ്ചായത്ത് സെക്രട്ടറിമാരെല്ലാം ഇടത് യൂണിയനിലെ ആൾക്കാരാവാനാണ് സാധ്യത കൂടുതലും. അല്ല, അതാ ഞാൻ പറഞ്ഞത്. അപ്പം ഭരിക്കുന്ന സർക്കാരിന് സാങ്കേതികത്വം പറഞ്ഞും നിയമം പറഞ്ഞും ഇതിനെ അട്ടിമറിക്കാൻ ശ്രമിക്കും. എല്ലാ കാര്യത്തിനകത്ത് സാങ്കേതികത്വം പറഞ്ഞ ജനങ്ങൾ സ്വീകരിക്കണമെന്നില്ല. മനസ്സിലായോ? അപ്പോൾ അതാണ് നമ്മൾ അതിൻ്റെ ഒരു മൊത്തത്തിൽ അതിനെ വീക്ഷിക്കുമ്പോൾ ഒരു കാര്യം ഉറപ്പാണ്.
പഞ്ചായത്ത് 2000 രൂപ പാവപ്പെട്ടവർക്ക് കൊടുക്കാൻ തീരുമാനിച്ചു, നിങ്ങളതിനെ അട്ടിമറിച്ചു എന്നേ പറയത്തുള്ളൂ. അല്ലാതെ അതിൻ്റെ സാങ്കേതികത്വത്തിലല്ല. അതിനെ ഒരു ലാർജർ സെൻസിൽ, ഒരു വിശാലമായ കാഴ്ചപ്പാടിൽ, മാനവഭാവത്തിൽ കാണാൻ കഴിയാതെ സാങ്കേതികത്വം പറഞ്ഞ് അതിനെ തകർക്കാൻ ശ്രമിച്ചു എന്നുള്ളത് അതിനെ ന്യായീകരിക്കാൻ അത്ര എളുപ്പമല്ല. പലതരം ന്യായീകരണ ക്യാപ്സ്യൂളുകൾ ഇറക്കുമെങ്കിലും ഇങ്ങനെ ഒരു ജനവിഭാഗത്തിന് കിട്ടുന്ന പൈസ ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിച്ചു എന്നുള്ളത് ആരോപണത്തെ വലിയ തോതിൽ നേരിടേണ്ടി വരും. അതിൻ്റെ രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ എന്താണെന്ന് CPM നന്നായിട്ടറിയാം. അപ്പോൾ അതിനെ നേരിടുക എന്നുള്ളത് സാങ്കേതികത്വം പറഞ്ഞേ നടക്കത്തുള്ളൂ, അല്ലെങ്കിൽ നിയമം പറഞ്ഞ് നടക്കത്തുള്ളൂ. അപ്പം ഇത് സത്യം പറഞ്ഞാൽ ഇന്ന് കോൺഗ്രസ് സ്വീകരിച്ച അല്ലെങ്കിൽ UDF സ്വീകരിച്ച ആ സമീപനം രാഷ്ട്രീയമായി അവർക്ക് അല്പം മേൽക്കൈ കിട്ടുന്നതാണ്. അത് എത്ര കണ്ട് പ്രയോഗത്തിൽ വരുത്തും, അത് എത്ര കണ്ട് ഗുണം വരുമെന്നുള്ളത് രണ്ടാമത്തെ കാര്യം. പക്ഷേ കൊടുക്കാൻ തീരുമാനിച്ചു എന്നുള്ളതിനെ CPM എങ്ങനെ നേരിടുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും. കാരണം 25,000 പേർക്കാണ് ഇതിൻ്റെ ഗുണം ലഭിക്കാൻ പോകുന്നത്. ഒരു പഞ്ചായത്ത് 2000 രൂപ കൂട്ടിക്കൊടുക്കാൻ പോകുന്നതിന് നിങ്ങൾ എന്തിന് എതിർക്കുന്നു എന്ന് ചോദിച്ചാൽ കൃത്യമായ ഒരു മറുപടി പറയാൻ സാങ്കേതികത്വം പറഞ്ഞ് ഒരുപക്ഷെ നിലനിൽക്കാൻ പറ്റിയെന്നിരിക്കും. പക്ഷേ അതിനെ എന്തുകൊണ്ട് എതിർക്കുന്നു എന്നുള്ളതിനെ ന്യായീകരിക്കാൻ ബുദ്ധിമുട്ടേണ്ടി വരും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഈ CPM ഇത് വലിയൊരു തിരിച്ചടിയുണ്ട്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ഒരു കിറ്റ് കൊടുക്കുന്നതിനെതിരെ അന്നത്തെ പ്രതിപക്ഷമായ കോൺഗ്രസ് ഒരു പരാതി കൊടുത്തു. അന്ന് ഈ CPM ഇതിന് വ്യാപകമായ പ്രചരണം അന്നം മുടക്കികൾ, കിറ്റ് മുടക്കികൾ എന്നൊക്കെയാണ്. അപ്പോൾ അതേ ആരോപണം ഇപ്പോൾ തിരിച്ചടിക്കുന്ന അവസ്ഥയാണ്. ഒരു ജനവിഭാഗത്തിന് അവർക്ക് ഒരു ആനുകൂല്യമായിട്ട് കൊടുക്കുന്നതിനെ നിങ്ങൾ എതിർത്താൽ ആരായാലും അത് വലിയ തോതിൽ തിരിച്ചടിക്കുക. കഴിഞ്ഞ തവണ UDF-നുണ്ടായ തിരിച്ചടിക്ക് ഒരു പ്രധാന കാരണം ഈ കിറ്റ് കൊടുക്കുന്നതിനെതിരെ രമേശ് ചെന്നിത്തല ഹൈക്കോടതിയെ സമീപിച്ചു. ആ ഹൈക്കോടതിയെ സമീപിച്ചപ്പോഴാണ് LDF വലിയ തോതിൽ പ്രചരണം അഴിച്ചുവിട്ട് പാവങ്ങൾക്ക് അല്പം അരി കൊടുക്കുന്നതിനെ പോലും അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു, എതിർക്കുന്നു എന്നുള്ളത്. അതേ മാനദണ്ഡമാണ് ഇവിടെയും വരാൻ. ഞാൻ പറഞ്ഞു, പാവപ്പെട്ടവരായ ആശാമാർക്ക് 2000 രൂപ ഒരു പഞ്ചായത്ത് കൂട്ടിക്കൊടുക്കുന്നതിനെ നിങ്ങൾ എതിർക്കുന്നു എന്ന് പറയുന്നത് രാഷ്ട്രീയമായി CPM പോലൊരു പാർട്ടിക്ക് വലിയ തിരിച്ചടിയായിരിക്കും. തൊഴിലാളി വർഗ പാർട്ടി, പാവങ്ങളുടെ പാർട്ടി എന്നൊക്കെ പറയുന്ന പാർട്ടി ഇത്തരത്തിലൊരു സമീപനം സ്വീകരിച്ചാൽ അത് വലിയ തിരിച്ചടിയായി. തൊട്ടുപുറകെ അംഗൻവാടി ടീച്ചർമാരുടെ സമരം നടക്കുകയാണ്. അതിന് പുറകെ ഇന്നിപ്പം PSC റാങ്ക് ഹോൾഡേഴ്സും അവരുടെ സമരവുമായിട്ട് വരികയാണ്. അപ്പം സമൂഹത്തിൻ്റെ താഴെ തട്ടിലുള്ളവരുടെ ന്യായമായ അവകാശങ്ങൾ, ന്യായമായ ആവശ്യങ്ങൾ അതിനെ പരിഗണിക്കാതെ വരുമ്പോഴുള്ള ഒരു വല്ലാത്തൊരു അവസ്ഥയുണ്ട്. അത് CPM ബുദ്ധിപരമായ രീതിയിൽ ഹാൻഡിൽ ചെയ്തില്ലെങ്കിൽ, അല്ലെങ്കിൽ സർക്കാർ ഹാൻഡിൽ ചെയ്തില്ലെങ്കിൽ വരാൻ പോകുന്ന തിരിച്ചടി നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാളും വളരെ കൂടുതലായിരിക്കും. ഇതൊരു കോൺഗ്രസിനെ സംബന്ധിച്ചുള്ള രാഷ്ട്രീയമായ ഒരു മേൽക്കൈ നേടാവുന്ന ഒരു അവസരമാണ്. അവരത് ഉപയോഗിക്കും. സർജിക്കൽ സ്ട്രൈക്ക്, ശരി, അതാണ് കറക്റ്റ് വാക്ക്. ഒരു സർജിക്കൽ സ്ട്രൈക്കാണ് ഇന്നിപ്പോൾ കോൺഗ്രസ് നടത്തിയത്. നാളെ അവർ കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളുടെ മുമ്പിൽ ആശാമാരുടെ ശമ്പളം വർദ്ധിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടവർ കേരളം മുഴുവൻ അവർ സമരം നടത്തുകയാണ്. അപ്പം അതിൻ്റെ ഒരു മുന്നോടിയായിട്ടായിരിക്കാം ഈ സർക്കുലർ ഇന്ന് ഇറക്കിയിരിക്കുന്നത്. ഇത് തൽക്കാലത്തേക്കെങ്കിലും കോൺഗ്രസിൻ്റെ രാഷ്ട്രീയമായി ഒരു മേൽക്കൈ കിട്ടുന്നതാണ്. അതൊരു സർജിക്കൽ സ്ട്രൈക്ക് തന്നെയാണ്, അതിനകത്ത് ഒരു തർക്കവുമില്ല. കാരണം അവരുടെ ആ നീക്കം അപ്രതീക്ഷിതമായ സമയത്താണ്. ഇന്ന് നിയമസഭാ നടപടികൾ അവസാനിക്കുകയാണ്, പാർട്ടി കോൺഗ്രസ് വരാൻ പോകുന്നു. ഈ ഒരു ഘട്ടത്തിൽ കോൺഗ്രസ് ഭരിക്കുന്ന പഞ്ചായത്തുകൾ ഇത്തരത്തിൽ ഒരു തീരുമാനമെടുക്കുന്നു, അതുമായിട്ട് മുന്നോട്ട് നീങ്ങുന്നു. തീർച്ചയായിട്ടും സർക്കാരിൻ്റെ ഭാഗത്തും എതിർപ്പുണ്ടാവും. അവരതിനെ അട്ടിമറിക്കാനും സാങ്കേതികത്വം കാരണം തനത് ഫണ്ടിൽ നിന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ചിലവാക്കാൻ പറ്റത്തില്ല എന്നൊക്കെയുള്ള ന്യായം പറഞ്ഞ് അതിനെ അട്ടിമറിക്കാൻ ശ്രമിക്കും. അത് പ്രതീക്ഷിക്കാവുന്ന കാര്യമാണ്. പക്ഷേ അതിനപ്പുറത്തായിട്ടുള്ളൊരു രാഷ്ട്രീയമായ തീരുമാനമുണ്ട്. പാവപ്പെട്ടവർക്ക് ഒരു 2000 രൂപ കൊടുക്കാൻ പോകുമ്പം നിങ്ങളതിനെ അട്ടിമറിച്ചു എന്നുള്ള ആരോപണത്തെ അത്ര പെട്ടെന്നൊന്നും മറികടക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമല്ല ഇപ്പോൾ ഈ സാഹചര്യത്തിൽ കേരളത്തിൽ നിൽക്കുന്നത്. പ്രത്യേകിച്ച് ഈ ആശമാരുടെ സമരം ദേശീയ തലത്തിലും അന്താരാഷ്ട്ര തലത്തിലും ഒക്കെ തന്നെ വലിയ ചർച്ചയായിട്ടിരിക്കുന്നു. ഈ സർക്കാർ ഇതിനോട് സ്വീകരിക്കുന്ന സമീപനങ്ങൾ ഒരു കാരണവശാലും പൈസ കൂട്ടി കൊടുക്കത്തില്ല എന്നും, കേന്ദ്രത്തിൻ്റെ മുമ്പിൽ പോയി അവതരിപ്പിക്കാൻ പോയ മന്ത്രി വേറെ ക്യൂബൻ ഡെലിഗേഷനെ കാണാൻ പോയി എന്നൊക്കെയുള്ള ആരോപണങ്ങൾ നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ ആണ് CPM തന്നെ ഈ ആശമാരെ എല്ലാ തരത്തിലും വാക്കുകൾ കൊണ്ടും പ്രവർത്തികൾ കൊണ്ടും ഉപദ്രവിക്കുന്ന ഒരു ഘട്ടത്തിൽ ഈ ഒരു തീരുമാനം ഇത് രാഷ്ട്രീയമായി എങ്ങനെ കോൺഗ്രസ് പ്രയോജനപ്പെടുത്തുന്നു, അതിനെതിരെയുള്ള സർക്കാരിൻ്റെ നീക്കം, CPM-ൻ്റെ നീക്കം, ഇടതുപക്ഷ മുന്നണിയുടെ നീക്കം, ഇതൊക്കെ തന്നെ ആയിരിക്കാം ഇനിയുള്ള ദിവസങ്ങളിൽ വലിയ ചർച്ചയാവാൻ പോകുന്നത്. പ്രത്യേകിച്ച് പാർട്ടി കോൺഗ്രസ് നടക്കാൻ പോകുന്നൊരു സമയത്ത് പാവപ്പെട്ടവർക്ക് കിട്ടാൻ പോകുന്ന അവരുടെ നിത്യ ജീവിതത്തിനുള്ള ഒരു ആനുകൂല്യം മുടക്കി എന്നുള്ള ആരോപണം പോലും ഒരുപക്ഷെങ്കിൽ നേരിടാൻ സാധ്യതയുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്.